അപ്പൊ ഈ ബീഫ് നമുക്ക് വേണ്ടിട്ട് ഇവിടെ വളരെ റിസ്ക് എടുത്തിട്ട് ഇവിടെ എത്തിച്ചത് നമ്മളെ ഫസലു അറഫാണ്. ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് കുക്കിംഗ് വൈബ്സിന്റെ അണിയറ പ്രവർത്തകർ നമ്മുടെ ഖത്തറിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തയച്ച ബീഫാണ്. അൽ ബീഫ് സൂപ്പർ പൊളി ബ്രോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പല്ലേ സാധനം പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബീഫ് കൊണ്ടുള്ളൊരു പരിപാടിയാണ്. ബീഫ് അടിപൊളിയായിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് ഗൾഫിലേക്ക് കൊടുത്തയക്കുള്ളതാണ്. ഈ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറേ ദിവസം ബീഫ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് ഒരു മാസം വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കേട് കൂടാണ്ട് കഴിക്കാൻ പറ്റും. നമ്മളിത് എല്ലില്ലാത്ത ബീഫാണ്, എല്ല് കുറച്ചുള്ളൂ. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബീഫിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഏകദേശം നമ്മൾ 5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കാം. ബീഫൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വാര വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോട്ടെ. എന്നിട്ട് നമുക്കിതിൽ മസാല ഇട്ടിട്ട് അടുപ്പത്ത് വേവിക്കാം. കഴുകി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നക്കണം കേട്ടോ. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, 5 കിലോ ബീഫുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാണ്, കുരുമുളകിൻ്റെ പൊടി, നല്ല എരിവുള്ള കുരുമുളകിൻ്റെ പൊടി, മീറ്റ് മസാല, ബീഫിൻ്റെ മസാല, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ബീഫിലേക്ക്. ഇനി നമ്മളിത് ബീഫ് ഇതിൽ നമ്മളൊരു ഹാഫ് വേവിക്കുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ബാക്കി ഉപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ജീരകം, 2 ജീരകം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നമ്മൾ ഈ ബീഫ് വേവിക്കണേലേക്ക് പെട്ടെന്ന് വേവിട്ടാ ഉലുവ ഇട്ട് കൊടുത്താൽ. ഇളക്കി കൊടുക്കുമ്പോൾ മസാല മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പിലും കൂടി ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിന് മസാലയൊക്കെ പിടിക്കട്ടെ. ഒരു 1.5-2 മണിക്കൂർ നമ്മളിതിങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ അടുപ്പ് വെച്ചിട്ട് സെറ്റായിക്കണേ. നമ്മളതിലേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ച ബീഫിനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഒരു ഹാഫ് വേവിൽ ഇതിനെ ഊറ്റിയെടുക്കണം. അപ്പോൾ അത് വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഹാഫ് വേവാക്കണ്. അപ്പം ഇനി നമുക്കിത് ഉരുളി വെച്ചിട്ടാണ് വരട്ടിയെടുക്കും. നമ്മൾ ഉരുളിയിലിട്ടിട്ട് ബീഫ് വരട്ടിയെടുക്കും. ബീഫ് വരട്ടുന്നതിന് വേണ്ടിയിട്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ചുവന്നുള്ളി ഒന്നും ചെയ്തിട്ടില്ല, ചതച്ചിട്ടില്ല, ഒന്നുമില്ല. അതേപോലെ ചുവന്നുള്ളി ഏകദേശം 2.5 കിലോ ചുവന്നുള്ളി ഉണ്ട് 5 കിലോ ബീഫിന്. നമ്മുടെ ചുവന്നുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട്. ഇറച്ചി മസാല കുറച്ചിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കട്ടോ. വറ്റൽമുളക് കുറച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഹാഫ് വേവിലെടുത്ത ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് തീ ചെറുതായിട്ട് വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേയിരിക്കണം. അധികം ഇളക്കാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ടില്ലെങ്കിൽ അടി പിടിക്കും. ഇത് ഡ്രൈ ആയിട്ട് വരണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മൂടി വെക്കാം. ഏകദേശം നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് ഉരുളിയിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് മേലായി. ഇപ്പൊ ഈ ചുവന്നുള്ളിയിലെ നീരൊക്കെ ഇറങ്ങിയിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് ചെറിയ തീയിൽ ഇനിയും മൂടിയിടണം. ഏകദേശം 2 മണിക്കൂറോളായിട്ടാണ് നമ്മൾ ബീഫ് വേവിക്കാൻ തുടങ്ങിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ച് ഇതിങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ട്. ബീഫ് വരട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ബീഫ് വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി പോലും വെള്ളമില്ല, ഫുള്ള് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചുവന്ന മുളക് കിട്ടുക ചതച്ചത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം എരിവുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 1 മാസത്തോളം നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ബീഫ് റെഡി ആക്കണേ, വരട്ടിയത് റെഡി ആക്കണേ. നമുക്കിതിനെ വരട്ടിയെടുക്കാം. അയ്യോ, അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, നമ്മൾ ഇത് മാറ്റിയെടുക്കുകയാണ്. ഇതിങ്ങനെ നമുക്ക് കുറച്ച് നേരം ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്തിട്ട് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാം. അവർക്കിത് 1 മാസത്തോളം കേടുകൂടാണ്ട്, നമ്മളിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേടുകൂടാണ്ട് നമുക്ക് കുറേ ദിവസം എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചൂടാക്കാം. സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് നേരം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ബീഫ് ഇങ്ങനെ ഒന്ന് വരട്ടി നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വിദേശത്തൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു തകർപ്പൻ കുക്കിങ്ങുമായി അടുത്ത വീഡിയോയിൽ കാണാം.